സിംഹാസനം അവനെ കാത്തിരുന്നില്ല. അവൻ തന്നെയാണ് സിംഹാസനം സൃഷ്ടിച്ചത്. കിരീടം അവന്റെ ലക്ഷ്യമല്ല, അധികാരം അവന്റെ സ്വഭാവം. എതിരാളികൾ ഭയക്കും, പേര് കേട്ടാൽ പോലും വിറയ്ക്കും, ചരിത്രം തലകുണിക്കും. നമസ്കാരം. ഈ പ്രാവശ്യത്തെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞയുടെ അന്നുണ്ടായ രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞയുടെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും തന്നെ ഏകദേശം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതിനെപ്പറ്റി ഇനിയിപ്പോൾ കൂടുതൽ പ്രതിപാദിക്കേണ്ട കാര്യമില്ല. എത്രയൊക്കെ ആണെങ്കിലും അനേകം വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ അന്ന് നമുക്ക് പൊതുവായി കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഇതൊന്നും അല്ലാതെ രണ്ട് കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രാവശ്യത്തെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട 100% സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു വ്യക്തി ഒന്നുമല്ലാതെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, സാധാരണ ജനങ്ങളുടെ ഇടയിൽ, അവിടെ കാണാനെത്തിയ ജനക്കൂട്ടത്തിന് ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ അവിടെ ഇരുന്ന ഒരു സംഭവം. എന്നാൽ ആ സന്ദർഭത്തിൽ പോലും ആ വ്യക്തിക്ക് കിട്ടിയ ഒരു ജനകീയ അംഗീകാരവും ആണ് ഒന്നാമത്തെ വിഷയം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പാണന്മാരുടെ വാഴ്ത്തുപാട്ടുകാരെ പോലെ വേഷം കെട്ടിയ ചില വ്യക്തികളിൽ ഒരു പ്രധാനപ്പെട്ട എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു സന്ദർഭത്തിൽ പൊതുസമൂഹം ഏത് രീതിയിലാണ് അവരെ കണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. അതായത് ആ സത്യപ്രതിജ്ഞയുടെ ഇടയ്ക്ക് ഈ നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശനെ വെറും എന്താ പറയുക, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്, അല്ലെ സതീശ് ചേട്ട, അതുപോലെ തന്നെ അനന്തപുരിയിലെ എല്ലാ കാലവും ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദൈവികമായി കാണുന്ന ശ്രീ പത്മനാഭനെ പോലും കൂടെ അതൊക്കെ പത്മനാഭൻ്റെ മണ്ണിൽ ഇനി പത്മനാഭനല്ല വാഴുന്നത്, ഇനി എൻ്റെ ശ്രീ പത്മനാഭനാണ് വാഴുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട ഒരു യുവനടി, പറവൂരിലുള്ള ഒരു യുവനടി, ആ നടിയെ ജനങ്ങൾ കൂവി ആട്ടിപ്പായിച്ച ഒരു സംഭവമാണ്. പിന്നെ എന്താ പറയുക, നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണോ ഇതൊന്നും ഇല്ലാത്തവർക്ക് കൂവലും അല്ലെങ്കിൽ അതിനേക്കാൾ എത്ര ഇത് വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കാര്യം എല്ലാവർക്കും ഏറ്റവും കൂടുതലൊരു വേദനയായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കേരളം കണ്ട മഹാനായ മുഖ്യമന്ത്രി ആയിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം എങ്ങനെയാണ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടത്, എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടതും എന്ന് പോലും കൂടെ നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകളിൽ ഒരു പ്രധാന സംഭവമാണ് ഒരു സോളാർ നായിക എന്നറിയപ്പെട്ടിരുന്ന സരിതയുമായിട്ടുള്ള ഒരു ലൈംഗിക ആക്ഷേപത്തിൻ്റെ പേരിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് വളരെ ശക്തമായിട്ട് പൊതുസമൂഹം ധരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മാനഹാനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു രോഗബാധിതനായി മരണപ്പെടുകയാണ് ഉണ്ടായത്. മറ്റൊരു രീതിയിൽ പലർക്കും അതൊക്കെ ദൈവനിയോഗമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ്. ഇല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി ഈ നിമിഷവും നമ്മുടെ ഇടയിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ്
എനിക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഒട്ടനവധി ജനങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തി ആണ് ഈ നടിയായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു സ്ത്രീ. അതായത് ഇപ്പോൾ നമ്മളുടെ അധികാരം ഏറ്റിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടും മുജ്ജന്മ ബന്ധം പോലും ഞങ്ങൾ തങ്ങളിൽ ഉള്ളതുപോലെയാണ് തോന്നിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും അനുദിനം സതീശേട്ട അല്ലെങ്കിൽ അത്ര അടുത്ത ബന്ധം ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും കിട്ടാവുന്ന മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ വളരെയധികം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഫോട്ടോയൊക്കെ എടുത്ത് നമുക്കറിയാം. ഇപ്പം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പാണെങ്കിൽ പോലും കൂടെ അദ്ദേഹം ഈ കേരള രാഷ്ട്രീയ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് സെൽഫി എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ക്യൂ ആണ്, പ്രത്യേകിച്ച് ഇപ്പം മുഖ്യമന്ത്രി ഇങ്ങനെ ആയ സ്ഥിതിക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് സെൽഫി എടുത്തുകൊണ്ടും താൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന രീതിയിൽ ആ നടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനെപ്പറ്റിയുള്ള പൊതുസമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉണ്ടായ ഒരു വികാരം കൂടിയാണ് ആ സ്ത്രീക്ക് ഈ സത്യപ്രതിജ്ഞയുടെ അന്ന് കിട്ടിയ ഒരു കൂവൽ. അതായത് മറ്റൊരു വ്യക്തിക്കും അത്രയും ആക്ഷേപം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രം അപഹാസ്യമായിട്ടാണ് ആ സ്ത്രീ ഈ പൊതുമണ്ഡലത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ആ സ്ത്രീക്ക് അങ്ങനെ ഒരു കൂവൽ കിട്ടാനായിട്ടുള്ള കാരണം ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ടും അവർ സോഷ്യൽ മീഡിയയുടെ ഇത്തരം പ്രചരണങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കോൺഗ്രസിൻ്റെ തന്നെ പല ഉന്നത നേതാക്കന്മാരുമായിട്ടും ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CPM സഹയാത്രികൻ്റെ അല്ല CPM പ്രവർത്തകൻ്റെ ഒരു മകളാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്തിടെ പോലും കൂടെ പറവൂർ മണ്ഡലത്തിൽ നടന്ന CPMൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മഹിളാ നേതൃ സംഗമത്തിൽ ഇവരും അവരോടൊപ്പം പങ്കെടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ നടി എന്ന് പറയുന്ന പേര് പറയാം, റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി. അതായത് CPMൻ്റെ ഏറ്റവും ഉന്നതയായിട്ടുള്ള വനിതാ നേതാവ് ശ്രീമതി KK ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ എറണാകുളത്തുള്ള ഒരു വനിതാ നേതാവ് KJ ഷൈൻ ടീച്ചർ, അവരോടൊപ്പമാണ് ഈ നടി CPMൻ്റെ തന്നെ ഒരു വനിതാ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു CPM ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഈ നടിയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളോടൊപ്പം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ ഇവർ ഈ പ്രചരണം നടത്തുമ്പോൾ അതിനകത്ത് കോൺഗ്രസ്സുകാർക്കുണ്ടായ അസൂയ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞ വെറുപ്പ് അതുതന്നെയാണ്. അസൂയ എന്ന് പറയുന്നില്ല, മറ്റൊരു ശരിക്കുള്ള വെറുപ്പാണ്. കാരണം അവർ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു വിഷയത്തിനകത്ത് സരിതയെ കാണുന്ന അതേ ഒരു കാഴ്ചപ്പാടിലൂടെ അതേ ഒരു കണ്ണിലൂടെയാണ് ഈ നടിയെയും കാണുന്നത് എന്നത് തന്നെയാണ് അവിടെ വ്യക്തമാക്കപ്പെട്ടത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ സത്യപ്രതിജ്ഞാ ദിവസം ആ സ്ത്രീക്കെതിരെ നടന്ന ആ കൂവൽ എന്ന് പറയുന്നത്. കാരണം അത്രയും സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാരും അല്ലെ കോൺഗ്രസ് അനുഭാവികളൊക്കെ വേണ്ട അത്രേ കാണിച്ചുള്ളൂ. നേരെ മറിച്ച് അത് CPMനെതിരെയുള്ള ഒരു വനിതയായിരുന്നു എങ്കിൽ DYFIക്കാരും CITUക്കാരൊക്കെ ഏത് രീതിയിലായിരുന്നു കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും വിശകലനം ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ അത്രയും അപഹാസ്യരായി പൊതുസമൂഹം കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അതായത് നമ്മുടെ രാഹുൽ മാക്കൂട്ടമാണ്. പാലക്കാട് നിലവിലുണ്ടായിരുന്ന MLA, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന ആ ഒരു വ്യക്തിക്കെതിരെ ഈ സ്ത്രീ വിഷയവുമായിട്ട് ആദ്യമേ തന്നെ ഒരു വെടി പൊട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു നടിയാണ് ഈ പറയുന്ന റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടിയായിട്ടൊന്നും അവരെ ഒരു സിനിമയിലോ സീരിയലിലോ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. നടിയാണ്, ആക്ടിവിസ്റ്റാണ്, ഏതോ സാമൂഹ്യ പ്രവർത്തകയാണ്, അങ്ങനെയൊക്കെ കുറേ ലേബലുകളൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ എവിടെയൊന്നും കാണുന്നില്ല. ആപ്പാടെ കുറേ ഇങ്ങനെ വേഷം കെട്ടി കാണിക്കുന്ന കുറേ ഇതൊക്കെ മാത്രമേ പൊതുസമൂഹത്തിൽ അറിയത്തുള്ളൂ. എന്താണെങ്കിലും ശരി, അതോടുകൂടി പല പ്രശ്നങ്ങളുണ്ടായതായിട്ട് നമുക്കറിയാം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പീഡന പരാതികൾ ഇങ്ങനെ
1 by 1 ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ പോയി. പക്ഷേ അവിടെ കോടതികൾ പോലും, കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നതെന്ന് പറയുന്ന 2 ക്രിമിനൽ കേസുകളാണ് വരുന്നത്. അതായത് ഒന്ന് ബലാത്സംഗം, മറ്റൊന്ന് ഗർഭചിത്രം. ഈ 2 കാര്യങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ മറ്റ് പൂർണ്ണമായിട്ടുള്ള ട്രയലും മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നടക്കേണ്ടതുണ്ട്. പക്ഷേ കോടതി അങ്ങനെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകി പുറത്ത് വിട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ അതിന് വഴിയൊരുക്കിയതിനകത്ത് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നടിയാണ് ഈ സ്ത്രീ എന്നതുകൊണ്ട് കൂടിയാണ് ആ നടിയെ ഇത്രയധികം ജനങ്ങൾ വെറുക്കുന്നത്. കാരണം രാഹുൽ മാക്കൂട്ടത്തിനെ ആ രീതിയിൽ തേജോവധം ചെയ്തുവെങ്കിൽ അതിനേക്കാളും വലിയ ബന്ധം ഉണ്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനെതിരെയും ഏത് നിമിഷവും ഇത്തരം അവതാരങ്ങൾ പുറപ്പെടാം എന്നുള്ളത് കൊണ്ടും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അത്രയധികം ആ സ്ത്രീയെ വെറുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്, അതായത് രാഹുൽ മാക്കൂട്ടത്തിന് ആ ഒരു സന്ദർഭത്തിൽ പോലും കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു, MLA സ്ഥാനവും നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിൽ പോലും ജനമനസ്സുകളിൽ അവിടെയാണ് രാഹുൽ മാക്കൂട്ടത്തിന് ജനങ്ങൾ നൽകിയ ആ ഒരു അംഗീകാരം. എത്രമാത്രം കരുതലോടെയും സ്നേഹത്തോടെയും കൂടിയാണ് രാഹുൽ മാക്കൂട്ടത്തെ അവിടെ കണ്ടത്, എതിരേറ്റത്, ആദരിച്ചത് എന്ന് നമ്മൾ കാണണം. ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ മാത്രമാണ് അദ്ദേഹം ഇരുന്നത്. അവിടെ മാത്രം സ്റ്റേജിൽ പോലും കടന്നു ചെയ്യുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും, കാരണം നമ്മൾക്കറിയാം ഈ ഇലക്ഷൻ്റെ അവസാന ലാപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും, പ്രത്യേകിച്ച് UDFൻ്റെ എല്ലാ നേതാക്കളും അരയും തലയും മുറുക്കി പ്രചരണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയത്. ആ ഒരു സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വിഭാഗം അടക്കി ഭരിച്ച ഒരേ ഒരു വ്യക്തി രാഹുൽ മാക്കൂട്ടമാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അതായത് രാഹുൽ മാക്കൂട്ടം ഇടുന്ന ഒരു പോസ്റ്റിന് കിട്ടിയിരുന്ന ഒരു ലൈക്കും ഷെയറും റീച്ചും അത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും രാഹുൽ മാക്കൂട്ടം ഇടുന്ന ഓരോ പോസ്റ്റിനും മില്യൺ കണക്കിന്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മില്യൺ കണക്കിന്. അവിടെ ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വിശകലനം നടത്തിയപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, മറ്റുള്ള എത്ര ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരിടുന്ന പോസ്റ്റുകൾക്കും 17ൽ 1 കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. കണക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നതാണ് 17 ഏറ്റവും കുറവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 ആയിപ്പോകും. ആ രീതിയിലേക്ക് അവസ്ഥ വന്നുപോയി. അതോടുകൂടി മറ്റുള്ള എല്ലാ നേതാക്കന്മാരും സോഷ്യൽ മീഡിയ വഴിയുള്ള പോസ്റ്റ് നിർത്തലാക്കി. കാരണം അത് അവരെ സ്വാഭാവികമായിട്ട് അവർക്ക് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 7 അയൽപക്കത്ത് എത്താൻ പറ്റാതിരുന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ UDFൻ്റെ ജയത്തിൽ മറ്റുള്ള എല്ലാ നേതാക്കന്മാരെക്കാളും അതിശക്തമായിട്ട് രംഗത്തിറങ്ങി പ്രവർത്തിച്ചില്ല എങ്കിൽ പോലും കൂടെ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തി ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച ഏറ്റവും നല്ല അഗ്രസീവായി നിന്ന ഒരു യുവ നേതാവ് തന്നെയാണ് രാഹുൽ മാക്കൂട്ടം. അതിൻ്റെ പ്രതിഫലനങ്ങളുടെ കൂടിയാണ് ഈ 102 സീറ്റ് കിട്ടിയത്. അതിൻ്റെ ഒരു അംഗീകാരം കൂടിയായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റവും അധികം വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും എതിരേറ്റത് എന്ന് കൂടി നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. ഈ 2 വിഷയങ്ങൾ ഒന്ന് പൊതുസമൂഹം വളരെ ആഗ്രഹത്തോടും വളരെ ആർജവത്തോടും കൂടി, അതുപോലെ തന്നെ വളരെ അപഹാസ്യത്തോടും കൂടി, അതാണ് ഈ 2 സംഭവങ്ങളെ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ പറയാൻ പറ്റുള്ളൂ. വളരെ അപഹാസ്യത്തോടു കൂടി കണ്ട ഒരു കാര്യം കൂടെ കൂടിയാണ് ഈ 2 സംഭവങ്ങളെ പൊതുസമൂഹം കാണുന്നത്. അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിനകത്ത് ഏറ്റവും അനുമോദനം ഏറ്റുവാങ്ങിയത് രാഹുൽ മാക്കൂട്ടവും ഏറ്റവും അപഹാസ്യം ഏറ്റുവാങ്ങിയത് ഈ റിനി ആൻ ജോർജ് എന്ന നടിയും ആണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. നന്ദി.